മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 192 എപ്പിസോഡിൽ അലൂമിന എന്ന അധ്യായത്തിൻ്റെ 2ാം ഭാഗമാണ് പരിഗണിക്കുന്നത്. ഇവിടെ അലൂമിനയുടെ മെൻ്റൽ സിംറ്റംസ്, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വളരെ സവിശേഷമായ ഒരു ഡെബിലിറ്റി, നെർവസ് ഡെബിലിറ്റി, അതെങ്ങനെ ശരീരഭാഗങ്ങളെ, വ്യത്യസ്ത ഭാഗങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, അത് എങ്ങനെ വളരെ നിർവചിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രയാസങ്ങൾ, വിശേഷം മലശോധനയുമായിട്ട് ബന്ധപ്പെട്ട് വിവരണാതീതമായ പലർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രയാസങ്ങൾ എങ്ങനെ രോഗിയിലുണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ച്. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രോഗികളെ സുഖപ്പെടുത്താനും ഉപകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് അലൂമിന. വ്യത്യസ്തമായ പാരാലിറ്റിക് കണ്ടീഷൻസ് ഇതൊക്കെ സുഖപ്പെടുത്താൻ അലൂമിനയ്ക്ക് സാധിക്കും. അതിൻ്റെ ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യണമെങ്കിൽ നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. മോസ്റ്റ് ഓഫ് ദ മെൻ്റൽ സിംറ്റംസ് കം ഓൺ ഇൻ ദ മോർണിംഗ് ഓൺ വേക്കിംഗ്. രാവിലെ ഉണർന്നേക്കുമ്പോഴാണ് മിക്കവാറും മാനസിക ലക്ഷണങ്ങളൊക്കെ പ്രകടിപ്പിക്കപ്പെടുന്നത്. സാഡ്നെസ് ആൻഡ് വീപ്പിംഗ് ഓൺ വേക്കിംഗ് ഇൻ ദ മോർണിംഗ്. രാവിലെ ഉണർന്നേക്കുമ്പോഴേക്കും ആകെ ഒരു ദുഃഖഭാവം, ഒരു വിതുമ്പിക്കരയണമെന്നുള്ളൊരു തോന്നൽ, വിതുമ്പൽ. സ്ത്രീകളൊക്കെ ആണെങ്കിൽ വിതുമ്പും, വിതുമ്പും. പുരുഷന്മാരിലാണെങ്കിൽ ആ ഒരു ദുഃഖം, മനസ്സിലൊരു വിതുമ്പലിങ്ങനെ വന്നു നിൽക്കും. ഹിസ് മൂഡ്സ് ഓൾട്ടർനേറ്റ്. ഈ മൂഡ് മാറി മാറി വരാം. ഈ ഒരു കണ്ടീഷൻ പെർസിസ്റ്റിംഗ് അല്ല, മാറി മാറി വരാം, ഓൾട്ടർനേറ്റ് ചെയ്യും. സംടൈംസ് ഹിസ് മെൻ്റൽ സ്റ്റേറ്റ് ഈസ് എ ലിറ്റിൽ ഇംപ്രൂവ്ഡ് ആൻഡ് ഹിസ് മൂഡ് ചേഞ്ചസ് ഇൻ ടു എ ക്വയറ്റ് പ്ലാസിഡ് സ്റ്റേറ്റ്. ചില സമയത്ത് ഈ ഒരു മാനസികാവസ്ഥ മെച്ചപ്പെട്ടിട്ട് ഒരു പ്ലാസിഡ്, വളരെ ശാന്തമായ പ്രശാന്തമായ ഒരു അവസ്ഥ, മനസ്സൊരു ശാന്തമായ ഒരു ജലപ്പരപ്പ് പോലെ ആയിത്തീരും. ആൻഡ് അഗെയിൻ ഹി ഗോസ് ഇൻ ടു ഫിയർ ആൻഡ് അപ്രൻസീവ്നെസ്. കുറച്ച് കഴിയുമ്പോഴേക്കും ആൾ വീണ്ടും ഭയവും ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത, സാഹചര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. സം ഈവിൾ ഈസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ് ആൻഡ് ഹീ ഈസ് ഫുൾ ഓഫ് ആങ്സൈറ്റി. എന്തോ മോശമായ കാര്യം സംഭവിക്കാൻ പോകുന്നു, അതെന്താണെന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ആകെ ഉത്കണ്ഠാകുലയാകുന്നു. ആങ്സൈറ്റി അബൌട്ട് ദ ഫ്യൂച്ചർ, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ. The next most striking feature is the way in which the remedy acts upon the nerves that proceed from the spine. അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സ്പൈൻസിനെ എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു. ആ സുഷുമ്നാ നാഡിയിൽ നിന്നും പുറപ്പെടുന്ന നാഡികളെ, പ്രധാനപ്പെട്ട നാഡികളെ ഇതെങ്ങനെ സ്വാധീനിക്കുന്നു, അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അലൂമിനയുടെ കാര്യത്തിൽ ഈ മെൻ്റൽ സ്റ്റേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദർ ഈസ് എ സ്റ്റേറ്റ് ഓഫ് വീക്ക്നെസ് ഓഫ് ദ മസിൽസ് സപ്ലൈഡ് ബൈ ദീസ് നെർവ്സ്. ഈ പറയുന്ന സുഷുമ്നാ നാഡിയിൽ നിന്ന് പോകുന്ന നാഡികളാൽ സേവിക്കപ്പെടുന്ന, അതിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന, അതിൻ്റെ സന്ദേശത്താൽ പ്രവർത്തിക്കുന്ന പേശികളിൽ ക്ഷീണം, വീക്ക്നെസ് ഓവർ എ വോൾ ബോഡി, അതിൻ്റെ ഫലമായിട്ട് ശരീരം മൊത്തം ഒരു ക്ഷീണാവസ്ഥ, ഒരു തളർച്ച പോലെ. ദർ ഇസ് ഡിഫിക്കൽറ്റി ഇൻ സോളോവിങ്. വിഴുങ്ങുന്നതിന് പ്രയാസം, കാരണം അന്നനാളത്തിനെ ഇത് ബാധിച്ചു കഴിഞ്ഞു. എ പാരലിറ്റിക് കണ്ടീഷൻ ഓഫ് ദ ഈസോഫാഗസ്. ഈസോഫാഗസിൽ, അന്നനാളത്തിൽ, തൊണ്ടയിലുമൊക്കെ ഒരു തളർച്ചയുടെ ഒരവസ്ഥ. ഡിഫിക്കൽറ്റി ഇൻ റൈസിങ് ഓർ മൂവിങ് ദ ആംസ്. കൈ ഉയർത്താനും അത് ചലിപ്പിക്കാനുള്ള പ്രയാസം. പാരലിസിസ് ഓഫ് വൺ സൈഡ് ഓഫ് ദ ബോഡി, ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രം തളർച്ച. ഓർ പാരലിസിസ് ഓഫ് ദ മസിൽസ് ഓഫ് ദ ലോവർ എക്സ്ട്രീംസ്, അല്ലെങ്കിൽ താഴെയുള്ള കാലുകളിൽ, ലോവർ എക്സ്ട്രീമിറ്റീസിൽ തളർച്ച. ഓർ ഓഫ് ദ ബ്ലാഡർ ആൻഡ് റെക്ടം, അല്ലെങ്കിൽ മൂത്രാശയത്തിലും മലാശയത്തിലും ഈ തളർച്ച. ഏത് ഭാഗത്താണ് ഇത് ബാധിക്കുന്നത് എന്നനുസരിച്ച് വരും. ശരീരത്തിലും മൊത്തത്തിലും വരാം, ഒരു വശമായിട്ടും വരാം. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു സുഹൃത്തിൻ്റെ പിതാവ്, അയാൾക്ക് കുറച്ച് മാനസിക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരു ഹോമിയോപ്പതി ചികിത്സയിലായിരുന്നു. ഞാൻ ഏർപ്പെടുത്തി കൊടുത്താണത്. ഒരു അവസരം അദ്ദേഹം ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ഇരിക്കുമ്പോൾ ഈ ഒരു തളർച്ച തുടങ്ങി, ശരീരത്തിൽ തളർച്ച തുടങ്ങി. ഭാഗ്യത്തിന് അവർ മറ്റ് ചികിത്സകൾക്കൊന്നും പോയില്ല, ഹോസ്പിറ്റലേഴ്സിന് കൊണ്ടുപോകാതെ അവർ കോളേജിൻ്റെ മുന്നിൽ നിന്ന്, ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി ലൈബ്രറിയിലേക്ക് പോകുന്ന അറിയാം, ആ പോകുന്ന സമയത്ത് എന്നെ കണ്ടു, കാര്യം പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ മറ്റേ ഡോക്ടറിനെ ബന്ധപ്പെട്ടിട്ട് ഈ രോഗിയുമായിട്ട് പോയി കേസെടുത്ത്, ഞാനും കൂടി നിൽക്കുമ്പോഴാണ് വിശേഷങ്ങൾ ചോദിച്ചു. കേസെടുത്തു.
ഒരു അരമണിക്കൂർ കൊണ്ട് അദ്ദേഹം കണ്ടെത്തിയത് അലൂമിനിയ ആയിരുന്നു. അലൂമിനിയ കൊടുത്തു, സ്റ്റഡി ഇമ്പ്രൂവ്മെൻ്റ് ഒരു 3-4 ദിവസം കൊണ്ട് ആ തളർച്ച പൂർണ്ണമായിട്ടും മാറി, ആൾ സുഖപ്പെട്ടു. ഈ ഒരൊറ്റത്തവണ മാത്രമേ ഞാൻ ഈ അലൂമിനിയം ഗ്രൂപ്പിൻ്റെ ഔഷധങ്ങളിലെ ഒരു പ്രയോഗം ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റ് ഔഷധങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. അലൂമിനിയയുടെ കാര്യത്തിൽ ആ ഒരു കേസ് വളരെ ടിപ്പിക്കലായിരുന്നു. ഒരു 5 ദിവസത്തിനകം ആ പേഷ്യൻ്റ് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ദ പാരലിറ്റിക് സ്റ്റേജ് ബിഗിൻസ് ആസ് എ സോർട്ട് ഓഫ് സെമി പാരലിസിസ്. ഇത് തുടങ്ങുന്നത് ഒരു അർദ്ധ തളർച്ചാവസ്ഥ, പൂർണ്ണമായിട്ട് തളർച്ചയല്ല, ഒരു പാതി തളർന്നൊരവസ്ഥ. ആ ഒരു അവസ്ഥയിലാണ് തുടങ്ങുന്നത്. ഫോർ എ ലോങ് ടൈം മിയർലി ആൻഡ് ഇനാക്ടിവിറ്റി. കുറേ സമയം ഇനാക്ടിവിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഈ പറഞ്ഞ സുഹൃത്തിൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ആ എക്സാക്റ്റ് വരുന്നത് ഒരു സെമി പാരലിറ്റിക് കണ്ടീഷൻ, ഇനാക്ടിവിറ്റി, വെള്ളം കുടിക്കാനൊക്കെ പ്രയാസം, മൂത്രമൊഴിക്കാൻ പ്രയാസം, ഡ്രിബ്ലിങ്, അങ്ങനെ ഇതൊക്കെ തുടർന്ന് പറയുന്നുണ്ട്. വിച്ച് ഗ്രോസ് അറ്റ് ലെങ്ത് ഇൻ ടു എ കംപ്ലീറ്റ് പാരലിറ്റിക് കണ്ടീഷൻ. ഇത് പിന്നീട് വർദ്ധിച്ചാണ് സമ്പൂർണ്ണ തളർച്ചയിലേക്ക് എത്തുന്നത്. പെട്ടെന്ന് തളർന്നു പോവുകയല്ല, സാവകാശം ഒരു സെമി പാരലിറ്റിക് കണ്ടീഷനിൽ നിന്നും ഒരു പ്രോഗ്രഷനിലാണ് വരുന്നത്. ഇയാൾ ഒരു കംപ്ലീറ്റ് പാരലിസിലേക്ക് എത്തിയില്ല, അതിനു മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള ഔഷധം കൊടുക്കാൻ സാധിച്ചു, ആൾ സുഖപ്പെടുകയും ചെയ്തു. എവറിത്തിങ് ഈസ് സ്ലോ ഡൗൺ. എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ആക്ടിവിറ്റീസും സാവകാശത്തിലാവുന്നു. ദ കണ്ടക്ടിവിറ്റി ഓഫ് ദ നെർവ്സ് ഈസ് ഇമ്പയേർഡ്. നാഡികളുടെ കണ്ടക്ടിവിറ്റി എന്നൊക്കെ വളരെയധികം താല്പര്യപ്പെടുത്തിയ കാരണം നമ്മൾ കണ്ടക്ടിവിറ്റി നമ്മൾ പഠിക്കുന്ന ഫിസിക്സിലാണ്. ചാലകങ്ങളുടെ, കമ്പികളുടെ, മെറ്റൽ വയേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി. ഇവിടെ നെർവ്സിൻ്റെ കണ്ടക്ടിവിറ്റി. നെർവ്സിന് സിഗ്നൽസ് പോകുന്നത് ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ടാണല്ലോ. അപ്പോൾ ഇലക്ട്രിസിറ്റി പാസേജ്, ആ പാസേജിൻ്റെ കാര്യത്തിൽ കണ്ടക്ടിവിറ്റി, റെസിസ്റ്റൻസ് കൂടുന്നു. അപ്പോൾ ആ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നതാണ് ഈ അലൂമിനിയം ഓക്സൈഡിൻ്റെ ഒരു ആക്ഷൻ. അപ്പോൾ സന്ദേശങ്ങൾ ചെല്ലുന്നില്ല. ഒന്ന് കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ വേദന അനുഭവിക്കാൻ വൈകും. ഈ പേഷ്യൻറ്റിൽ കൃത്യമായിട്ട് നമ്മൾ കാണാൻ ആ ഡോക്ടർ ഒരു സൂചി കൊണ്ട് പതിക്കൊന്ന് കുത്തി, ആ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് വേദന കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ സുഹൃത്തിൻ്റെയും ഇദ്ദേഹത്തിൻ്റെയും മേത്ത് ഒരേ സമയം 2 കീഴും കുത്തി. 2 പേരും റെസ്പോൺസ് നോക്കിയപ്പോഴേക്കും ഒരു 1/4 സെക്കൻഡിൻ്റെ ഒരു ലാഗ് ഈ പേഷ്യൻറ്റിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ നാഡികളിലൂടെ സന്ദേശം തലച്ചോറിലേക്ക് എത്തി ആ വേദന എന്ന അനുഭവം ഉണ്ടാകുന്നൊരു താമസം, അവൻ്റെ കണ്ടക്ടിവിറ്റി കുറയുന്നു. അപ്പോൾ ഈ കണക്ടിവിറ്റി കുറഞ്ഞിട്ട് എങ്ങനെയാണ്? സോ ദാറ്റ് എ പ്രിക്ക് ഓഫ് എ പിൻ അപ്പോൺ ദ എക്സ്ട്രീമിറ്റീസ് ഈസ് നോട്ട് ഫെൽറ്റ് അണ്ടർ എ സെക്കൻഡ് ഓർ സോ ആഫ്റ്റർവേഴ്സ്. ഒരു സെക്കൻഡോ അതിലധികമോ കഴിഞ്ഞിട്ടേ ഈ ഒരു സൂചി കുത്ത് അറിയുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ ഒരു 8, 10, ഒരു 5-6 മണിക്കൂറിനകം ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്നതുകൊണ്ട് ആ 1 സെക്കൻഡ് ലാഗ് പോലും വന്നില്ല. ഒരു സെക്കൻഡിൻ്റെ ഒരു 1/3 ഭാഗമോ മറ്റോ ലാഗ് വന്നിരിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോഴേക്കും നമുക്കത് ഹീൽ ചെയ്യാൻ പറ്റി. ആൾ ഓഫ് ഹിസ് സെൻസസ് ആർ ഇമ്പയേർഡ്. എല്ലാ ഇന്ദ്രിയങ്ങളും അത് ബാധിച്ച് അതിൻ്റെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിക്കുന്നു. ഇൻ ദിസ് വേ അണ്ടിൽ ഇറ്റ് റിയലി മീൻസ് എ ബിനംബിങ് ഓഫ് ദ കോൺഷ്യസ്നസ്. ഇന്ദ്രിയങ്ങളെല്ലാം മന്ദീഭവിച്ചിട്ട് അവസാനം ബോധത്തിൻ്റെ തന്നെ ഒരു ബിനംബിങ്, ബോധം തന്നെ മന്ദീഭവിച്ചു പോയ ഒരവസ്ഥയിലേക്ക് വരും. ആൻഡ് അപ്പിയേഴ്സ് ടു ബി എ കൈൻഡ് ഓഫ് സ്റ്റുപ്പിഫാക്ഷൻ ഓഫ് ദ ഇൻ്റലക്ട്. നേരത്തെ പറഞ്ഞ ഇൻ്റലക്ച്വൽ സിംപ്റ്റംസ് ആണ് ഇത് മുന്നിട്ട് നിൽക്കുന്നത്. ബൗദ്ധികമായ അവസ്ഥയുടെ ഒരു മന്ദീഭവിച്ച അവസ്ഥ, ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടക്കുന്നില്ല, ബിനംബിങ് നടക്കുന്നു. മെൻ്റൽ സ്ലഗ്ഗിഷ്നെസ്, അതിൻ്റെ ഫലമായിട്ട് മനസ്സും ഒരു സ്ലഗ്ഗിഷാകുന്നു, ആകെ തളർന്ന് ഒരു ഊർജ്ജസ്വലതയില്ല, ഉണർവില്ല, മനസ്സ് പ്രവർത്തിക്കേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ പെട്ടെന്ന് സാധിക്കുന്നില്ല. അതൊക്കെ എൻ്റെ ഫലമായിട്ട് വരാം. ഇൻ്റലക്റ്റ്, പിന്നെ മൈൻഡ്. ഇംപ്രഷൻസ് റീച്ച് ഹിസ് മൈൻഡ് വിത്ത് എ മാർക്ക് ഡിഗ്രി ഓഫ് സ്ലോനെസ്. ഒരു ഇംപ്രഷൻ, ഒരു സന്തോഷകരമായ കാര്യം, ദുഃഖകരമായ കാര്യം, ഞെട്ടലുണ്ടാക്കുന്ന കാര്യം, ഇതെല്ലാം അയാളിലേക്ക് എത്തി ഒരു പ്രതികരണം ഉണ്ടാകാൻ ഒരു താമസമുണ്ട്, ഒരു ലാഗുണ്ട്. ആ ഒരു ലാഗ് ഈ അലൂമിന ഉണ്ടാക്കും. ദ പാരലിറ്റിക് സ്റ്റേറ്റ് റൺസ് ത്രൂ ദ റെമഡി ആൻഡ് ഈസ് ഒബ്സർവ്ഡ് ഇൻ വേരിയസ് പാർട്സ് ഇൻ മെനി വേസ്. ഈ ഒരു തളർച്ചയുടെ അവസ്ഥ നമ്മൾ നേരത്തെ കണ്ടു. സുഷുമ്നാനാഡിയിൽ നിന്ന് പുറപ്പെടുന്ന നാഡികൾ അത് ചെന്നെത്തുന്ന പേശികളിൽ മന്ദീഭാവം ഉണ്ടാക്കുന്നു, തളർച്ച ഉണ്ടാക്കുന്നു. ഇത് പല സ്ഥലങ്ങളിൽ പല രീതികളിൽ ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ബ്ലാഡറിലാണ് ആദ്യം. ദ ബ്ലാഡർ മാനിഫെസ്റ്റ് ഇൻ ഇറ്റ് ദ സ്ലോനെസ് വിത്ത് വിച്ച് ദ യൂറിൻ പാസസ്.
മൂത്രം പോകുന്നതിൻ്റെ ആ ഒരു സാവകാശം, അതിൻ്റെ സ്വാഭാവികമായൊരു വേഗതയിൽ മൂത്രം പോകുന്നില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിൽ എ വുമൺ സിറ്റ്സ് എ ലോങ് ടൈം ബിഫോർ ദ ഫ്ലോ സ്റ്റാർട്ട്സ്. മൂത്രമൊഴിക്കായിരിക്കുന്നു, കുറച്ച് സമയം പിടിക്കും, മൂത്രമൊഴിച്ച് തുടങ്ങാൻ കുറച്ച് സമയം പിടിക്കും. വിത്ത് ഇന്നബിലിറ്റി ടു പ്രസ്. ഇവിടുത്തെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ മൂത്രം അല്ലെങ്കിൽ മലം പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്യണം. ആ പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അലൂമിനിയുടെ പ്രശ്നം. പല കേസിലും പലതരത്തിലായിരിക്കും. പിന്നെ മൂത്രമൊഴിക്കാൻ പ്രയാസം, മലശോധനക്കുള്ള പ്രയാസം വരുന്നത് പലതും പലതരത്തിലായിരിക്കും. ചിലതിൽ ഒരു സെൻസേഷൻ ഉണ്ടാവില്ല. ഇവിടെ സെൻസേഷൻ ഇല്ലാത്തതല്ല പ്രശ്നം, മൂത്രമോ മലമോ ഇല്ലാത്തതല്ല പ്രശ്നം, പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ പ്രസ് ചെയ്യേണ്ട പേശികളിൽ, ബ്ലാഡറിലായാലും എവിടെയായാലും രക്തത്തിലായാലും പ്രസ് ചെയ്യേണ്ട പേശികളിൽ ബലക്ഷയം വരുന്നു, പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ അലൂമിനിയുടെ പ്രശ്നം, ഇന്നബിലിറ്റി ടു പ്രസ്. ആൻഡ് ദെൻ ദ സ്ട്രീം ഫ്ലോ സ്ലോലി. അതുകൊണ്ട് ഈ മൂത്രത്തിൻ്റെ ആ ധാര സാവകാശമേ പോവുള്ളൂ. ദ പേഷ്യൻ്റ് വിൽ സേ ഷീ കനോട്ട് ഹറി ദ ഫ്ലോ ഓഫ് യൂറിൻ. മൂത്രം ഒന്ന് വേഗം പോയി തീർക്കാൻ, ഒന്ന് ഹറി ചെയ്യാൻ, ഒരു നേരത്തെ ഉണ്ടായിരുന്ന സ്വാഭാവിക വേഗതയിലേക്ക് ഈ മൂത്രത്തിൻ്റെ പോക്കിനെ എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ദ യൂറിൻ ഈസ് സ്ലോ ടു സ്റ്റാർട്ട്. മൂത്രം പുറപ്പെട്ടു തുടങ്ങാനും സാവകാശമാണ്. ആൻഡ് സ്ലോ ടു ഫ്ലോ, ഒഴുകാനും താമസമാണ്. ആൻഡ് സംടൈംസ് ഓൺലി ഡ്രിബിൾസ്. ചില സമയത്ത് തുള്ളി തുള്ളി പോലെ പോവുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പേഷ്യൻ്റ് പുരുഷനാണ്. ഈ ഒരു സാവകാശം കണ്ടു. പിന്നീട് ഈ എൻ്റെ അടുത്ത് വരുമ്പോൾ, ഈ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഡ്രിബ്ലിംഗ് ആണ്, തുള്ളി തുള്ളിയായിട്ടേ പോകുന്നുള്ളൂ. അറ്റ് ടൈംസ് ഇറ്റ് ഈസ് റിട്ടൈൻഡ് ആൻഡ് ഡ്രിബിൾസ് ഇൻവോൾണ്ടർലി. ചില സമയത്ത് മൂത്രം പോകാതെ കെട്ടിക്കിടന്നിട്ട് അറിയാതെ തുള്ളിയായിട്ട് പോവുകയും ചെയ്യാം. അതൊരു പ്രോഗ്രഷനിൽ നിന്ന് വരുന്നതാണ്. ദിസ് സ്ലോനെസ് ഈസ് ഒബ്സർവ്ഡ് ഓൾസോ ഇൻ ദ റെക്ടം. ഈ ഒരു സാവകാശ സ്വഭാവം മലാശയത്തിലും വരുന്നുണ്ട്. ഇറ്റ്സ് ടോൺ ഈസ് ലോസ്റ്റ്. അതിൻ്റെ ടോൺ നഷ്ടപ്പെട്ടു പോയി, അതിൻ്റെ പ്രവർത്തിക്കാനുള്ള അതിൻ്റെ ടോൺ നഷ്ടപ്പെട്ടു പോയി. ആൻഡ് ദർ ഇസ് ഇനബിലിറ്റി ടു പെർഫോം ദ ഓർഡിനറി സ്ട്രെയിനിങ്. മലം പുറത്തു പോകാൻ വേണ്ടുന്ന ആ ഒരു സ്ട്രെയിനിങ്, ഓർഡിനറി ഓവർ സ്ട്രെയിനിങ് അല്ല, സാധാരണയായിട്ട് വേണ്ടുന്ന ആ ഒരു മിനിമം ആയിട്ടുള്ള ആ ഒരു സ്ട്രെയിനിങ് പോലും നടത്താൻ പറ്റാതെ വരുന്നു. ചില കോൺസ്റ്റിപ്പേഷനിൽ സ്ട്രെയിനിങ് ചെയ്യാൻ പറ്റും, പക്ഷേ ആ ഒരു സെൻസേഷൻ ഇല്ല. അങ്ങനെ പലതരത്തിൽ വരും. അലുമിനിയുടെ കാര്യത്തിൽ പെർഫോം ചെയ്യാൻ, സ്ട്രെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. വെൻ സിറ്റിംഗ് അറ്റ് ദ സ്റ്റൂൾ ആൻഡ് സോ പാരറ്റിക് ഈസ് ദ റെക്ടം ദാറ്റ് ഇറ്റ് മേ ബി ഫുൾ ആൻഡ് ഡിസ്റ്റൻറ്റഡ്. അപ്പോൾ രക്തം നിറഞ്ഞിരിക്കുന്നു, നിറഞ്ഞു വീർത്തിരിക്കുന്നു, എങ്കിലും ദ ക്വാണ്ടിറ്റി ഓഫ് ദ ഫീസസ് ഇനോമസ്. മലത്തിൻ്റെ അളവ് വളരെയധികം ഉണ്ട്, കാരണം ദിവസങ്ങളോളം പോയിട്ടില്ല. ആൻഡ് യെറ്റ് ദോ ദ സ്റ്റൂൾ ഈസ് സോഫ്റ്റ്. ഈ മലം സോഫ്റ്റാണ്, കട്ടിയായിട്ടൊന്നുമല്ല, മലം മൃദുലമാണ്, സോഫ്റ്റാണ്. ദർ ഈസ് കോൺസ്റ്റിപ്പേഷൻ. എന്നിട്ടും കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. കാരണം എന്താ? പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇൻ ദിസ് റെമഡി ദർ ഇസ് ഓഫൻ എ ഹാർഡ് സ്റ്റൂൾ. ഇപ്പോൾ സോഫ്റ്റ് സ്റ്റൂളുണ്ടായിട്ടും വരാം, എന്നാലും ഒരു ഹാർഡ് സ്റ്റൂളും വന്നിരിക്കാം. ഹാർഡ് സ്റ്റൂൾ ഉണ്ടായാലും അലൂമിനിയം ആകാതിരിക്കണമെന്നില്ല. ബട്ട് വി നോട്ടീസ് ദാറ്റ് ദ റെമഡി വിൽ ഡോ സോ ബെസ്റ്റ് വർക്ക് where there is parity condition of the rectum with soft stool. എന്നാൽ പോലും അലൂമിനിയുടെ ഐഡിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത് മൃദുവായ സ്റ്റൂൾസ്, മലം മൃദുവായിരുന്നിട്ടും റക്റ്റം അത് പ്രസ് ചെയ്യാനുള്ള കഴിവില്ലായ്മ, അതാണ് അതിൻ്റെ ഐഡിയൽ കണ്ടീഷൻ. എന്നുവെച്ചാൽ ഹാർഡ് സ്റ്റൂൾസ് വന്നാലും അലൂമിന അല്ല എന്ന് പറയാൻ പറ്റില്ല. ദ മെന്റൽ സിംപ്റ്റംസ് however are present, such as I have described. With large hard knotty or lumpy stool, alumina will cure. അപ്പോൾ ഹാർഡ് സ്റ്റൂളാണ്, നോട്ടി സ്റ്റൂളാണ്, കല്ലിച്ച കട്ട പോലുള്ള സ്റ്റൂളാണ്, എന്നാൽ പോലും മെൻ്റൽ സിംറ്റംസ് ഉണ്ടെങ്കിൽ, അതാണ് പ്രധാനം. സോഫ്റ്റ് സ്റ്റൂളാണോ പർട്ടിക്കുലേഴ്സിൽ ചെറിയ വ്യത്യാസങ്ങളല്ല, മെൻ്റൽ കണ്ടീഷൻ വളരെ പ്രധാനപ്പെട്ടൊരു മെൻ്റൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, അതിനുള്ള കാര്യത്തിൽ ഇൻ്റലക്ട് കണ്ടീഷൻസും മെൻ്റൽ കണ്ടീഷൻസ്, അറ്റ്ലീസ്റ്റ് മെൻ്റൽ കണ്ടീഷനെങ്കിലും ഉണ്ടെങ്കിൽ, ഈ സ്റ്റൂളിൻ്റെ നേച്ചർ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഹീൽ ചെയ്യും. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു പർട്ടിക്കുലർ കണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പർട്ടിക്കുലറാണ്, ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് പർട്ടിക്കുലറാണ്. എന്നാൽ പോലും അതിലൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഒരു സ്ട്രോങ് ജനറൽ ഉണ്ടെങ്കിൽ ഈ പർട്ടിക്കുലറിലെ ചെറിയ വ്യത്യാസം പരിഗണിക്കേണ്ട. ജനറൽ കണ്ടീഷൻ്റെ പ്രാധാന്യത്തെയാണ് കെൻഡിയുടെ ഊന്നി പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണത്. നൗ സോ ഗ്രേറ്റ് ഈസ് ദ സ്ട്രെയിനിങ് ടു പാസ് എ സോഫ്റ്റ് സ്റ്റൂൾ ദാറ്റ് യു വിൽ സംടൈംസ് ഹിയർ എ
പേഷ്യൻ്റ് ഡിസ്ക്രൈബ് ദ സ്റ്റേറ്റ് ആസ് ഫോളോസ്. അപ്പോൾ ഈ ഒരു സ്റ്റൂൾ പാസ് ചെയ്യാനുള്ള, ഒരു സോഫ്റ്റ് സ്റ്റൂൾ പോലും പാസ് ചെയ്യാനുള്ള പ്രയാസം മനസ്സിലാക്കണമെങ്കിൽ ആ രോഗി അത് പറയുന്നു എന്ന് ശ്രദ്ധിക്കുക. വെൻ സിറ്റിംഗ് അബൌട്ട് ദ സീറ്റ് ഷീ മസ്റ്റ് വെയിറ്റ് എ ലോങ് ടൈം. പോയി കൊമോഡിൽ പോയി ഇരുന്നിട്ട് ദീർഘനേരിക്കാം. ദോ ദർ ഈസ് ഫുൾനെസ് ആൻഡ് ഷീ ഹാസ് ഗോൺ മെനി ഡേയ്സ് വിത്ത് എ സ്റ്റൂൾ. വയറ് നിറയെ ഈ സ്റ്റൂളുണ്ട്, നിരവധി ദിവസങ്ങളായി വയറ്റിൽ നിന്ന് പോയിട്ടില്ല. ഷീ ഹാസ് ദ കോൺഷ്യസ്നസ് ദാറ്റ് ഷീ ഷുഡ് പാസ് എ സ്റ്റൂൾ. ഒരു സ്റ്റൂള് മലം പുറന്തള്ളണം എന്ന് അതിനെക്കുറിച്ച് ബോധമുണ്ട്. ആൻഡ് ഇറ്റ്സ് കോൺഷ്യസ് ഓഫ് ദ ഫുൾനെസ് ഓഫ് ദ രക്തം നിറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് ബോധവതിയാണ്. യെറ്റ് ഷീ വിൽ സിറ്റ് എ ലോങ് ടൈം ആൻഡ് ഫൈനലി വിൽ അണ്ടർടേക്ക് എ ഹെൽപ്പ് ഹെർസെൽഫ് ബൈ പ്രസ്സിംഗ് ഡൗൺ വയലൻ്റ്ലി ദ അബ്ഡോമിനൽ മസിൽസ്. ഉണ്ടോ, നിറഞ്ഞിരിക്കുകയാണ്, ദിവസങ്ങളായിട്ട് പോയിട്ടില്ല, മലശോധന നടത്താതിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഒക്കെ ബോധവതിയാണ്. എങ്കിലും രക്തത്തിലെ മസിൽസ് കൊണ്ട് പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെന്താ ചെയ്യുന്നത്? അടിവയറ്റിലെ മസിൽസ് കൊണ്ട് പ്രസ് ചെയ്ത് നോക്കുന്നു. കണ്ടോ, അടിവയറ്റിലെ മസിൽസ് കൊണ്ട് പ്രസ് ചെയ്ത് നോക്കുന്നു. വിഗ്രസ്ലി, വളരെ ശക്തമായിട്ട് പ്രസ് ചെയ്ത് നോക്കുന്നു. യെറ്റ് കോൺഷ്യസ് ദാറ്റ് വെരി ലിറ്റിൽ എഫർട്ട് ഈസ് മെയ്ഡ് ബൈ ദ റക്ടം ഇറ്റ് സെൽഫ്. അടിവയറിലെ പേശികൾ കൊണ്ട് വല്ലാതെ പ്രസ് ചെയ്തിട്ട് പോലും രക്തത്തിൽ മലാശയത്തിലെ പേശികൾ കൊണ്ട് പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആ മലാശയത്തിലെ പേശികളുടെ ഇനാക്ടിവിറ്റിയാണ് ഇവിടെ വില്ലൻ. ഷീ വിൽ കണ്ടിന്യൂ ടു സ്ട്രെയിൻ, തുടർന്ന് സ്ട്രെയിൻ ചെയ്യും. കവേർഡ് വിത്ത് കോപ്പിയസ് സ്വീറ്റ്. ഈ ഒരു പരിശ്രമം കൊണ്ട് ഒരു അമേരിക്കയിലെ കാര്യമാണ്, അല്ലെങ്കിൽ യൂറോപ്പിലെ കാര്യമാണ്. തണുത്ത രാജ്യത്ത് പോലും വിയർത്ത് പോകുന്നു. ഇപ്പം എത്രത്തോളം എഫർട്ട് എടുക്കുന്നത് മനസ്സിലാക്കേണ്ടത്. ഹാങ്ങിങ് ഓൺ ദ സീറ്റ്. എന്തെങ്കിലും പിടിക്കാനുണ്ടെങ്കിൽ അവിടെ പിടിച്ചിട്ട്, അതിൽ പിടിക്കാനുണ്ടെങ്കിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഹാങ് ചെയ്യും. ഇഫ് there be any place to hang on to and will pull and work as if in labor. പ്രസവത്തിലെന്ന പോലെ ആ സ്ത്രീ കഷ്ടപ്പെടും, ബലം പിടിക്കും. അത് അടിവയറ്റിലെ മസിൽസ് കൊണ്ടാണ്, രക്തം ആക്റ്റീവ് അല്ല. ആൻഡ് അറ്റ് ലാസ്റ്റ് ഈസ് ഏബിൾ ടു എക്സ്പെൽ എ സോഫ്റ്റ് സ്റ്റൂൾ. അവസാനം ഒരു മൃദുവായ ഒരു സ്റ്റൂള്, യെറ്റ് വിത്ത് ദ സെൻസേഷൻ ദാറ്റ് മോർ സ്റ്റൂൾ റിമെയിൻസ്. എന്നിട്ടും സ്റ്റൂൾ ഇനിയും ബാക്കിയുണ്ട്. ഇത്ര കഷ്ടപ്പെട്ട് പ്രസവേദന അനുഭവിക്കുന്ന പോലെ കഷ്ടപ്പെട്ടിട്ട് പോലും മലം വീണ്ടും ബാക്കിയുണ്ട്. ഇത്രത്തോളമാണ് അവരുടെ സഹനമെന്ന് ചിന്തിക്കുക. ഇത്തരം സഹനങ്ങൾ, ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് അന്വേഷിക്കണം. ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഈ മലബന്ധം എന്നുള്ള പ്രശ്നമായിട്ട് ഞാൻ പലയിടത്തും പോയിട്ടുള്ളതാണ്. അലോപ്പതിക്കാരുടെ പോയിട്ടുണ്ട്, ആയുർവേദത്തിൻ്റെ പോയിട്ടുണ്ട്, ഹോമിയോപ്പതിയിലും പോയിട്ടുണ്ട്. പക്ഷെ ഇത്തരം സവിശേഷതകൾ പലരും ചോദിച്ചില്ലെന്നുള്ള അവസ്ഥ. പലരും നമ്മളെ ഉപദേശിക്കുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കുടിക്കുക, രാത്രി കിടക്കാനത്ത് വെള്ളം കുടിക്കുക, പഴം തിന്നുക, പച്ചക്കറികൾ തിന്നുക, നാരുള്ള ഭക്ഷണങ്ങൾ, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. വ്യായാമം ചെയ്യുക, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ടും ആവശ്യമായ, ഹോമിയോപ്പതിയിലാണെങ്കിൽ ഒരു ഔഷധം സെലക്ട് ചെയ്യുന്നതിന് ആവശ്യമായ ഇത്തരം സൂക്ഷ്മാംശങ്ങൾ ചോദിക്കാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഊന്നി പറയുന്നത്. കെൻഡിൽ നിങ്ങൾക്കത് കിട്ടും. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞ് വരുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുക. ഇത്തരം ലക്ഷണങ്ങൾ, ഇനാക്ടിവിറ്റിയുടെ രക്തം, സെൻസേഷൻ ഇല്ലായ്മ, സെൻസേഷൻ ഉണ്ടായിട്ടും പ്രസ് ചെയ്യാൻ പറ്റായിക, അങ്ങനെ വ്യത്യസ്തമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിലൊരു റെമഡി നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, രോഗിയെ സുഖപ്പെടുത്താൻ പറ്റും. അലൂമിന അതിന് പറ്റുന്ന നമ്മളെ നിരവധി ഔഷധങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. നമ്മൾ ഇതേപോലുള്ള പ്രധാനപ്പെട്ട നിരവധി കാര്യങ്ങൾ വീണ്ടും വരുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡുകൾ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.